ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അന്തിമഘട്ടത്തിലെത്തിയതോടെ വാക്പോരുമായി കോൺഗ്രസും സിപിഐഎമ്മും നേർക്കുനേർ. രാഹുൽ ഗാന്ധിയുടേത് മതനിരപേക്ഷ മനസ്സാണോ സംഘപരിവാർ മനസ്സാണോ എന്ന് വ്യക്തമാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. മോദിയെ മുഖ്യമന്ത്രി സുഖിപ്പിക്കുകയാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി. കേരളം കടന്നാൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണെന്ന് കോൺഗ്രസ് മറന്നുപോകരുതെന്നായിരുന്നു യെച്ചൂരിയുടെ ഓർമ്മപ്പെടുത്തൽ. മുഖ്യമന്ത്രി കസവ് കെട്ടിയ പേടിത്തൊണ്ടനാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പരിഹസിച്ചു. പിണറായി വിജയനെ എന്തുകൊണ്ടാണ് കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് ചെയ്യാത്തതെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെ ചൊല്ലിയാണ് ഇന്ത്യ സഖ്യത്തിലെ പങ്കാളികൾ രണ്ടാം ദിവസവും വാക്കുകൾ കൊണ്ട് ഏറ്റുമുട്ടുന്നത്. രാഹുൽ വിമർശനത്തിന് മുമ്പനായ മുഖ്യമന്ത്രിയാണ് ഇന്നും തുടക്കമിട്ടത്. സംഘപരിവാറിന്റെ അജണ്ട നടപ്പാക്കുമ്പോൾ സംഘപരിവാർ മനസ്സുകാർക്കെല്ലാം അതിനോട് യോജിപ്പുണ്ടാവും. രാഹുൽ ഗാന്ധി, നിങ്ങൾ പറയണം, നിങ്ങളുടെ മനസ്സ് ഏത് മതനിരപേക്ഷ മനസ്സാണോ അല്ല സംഘപരിവാർ മനസ്സാണോ? ആ മറുപടിയാണ് കേരളത്തിന് മുൻപാകെ നിങ്ങൾ പറയേണ്ടത്. രാഹുൽ ഗാന്ധിയെ പ്രതിരോധിച്ച് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ രംഗത്ത് വന്നു. മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെന്നല്ല രാഹുൽ ഉദ്ദേശിച്ചത്, ഉന്നയിച്ചത് രാഷ്ട്രീയ ചോദ്യമാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. എല്ലാ ദിവസവും പ്രൈം മിനിസ്റ്റർ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് നിങ്ങൾ കേൾക്കാം, പ്രൈം മിനിസ്റ്റർ ഹിംസെൽഫ് അയാൾ പറയുന്നുണ്ട് കേസെടുക്കും. അല്ലാതെ ഒരു ചോദ്യം ചെയ്യാൻ പോലും വിളിച്ചില്ലല്ലോ എന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. അപ്പോൾ ആ ചോദ്യത്തിന് അറസ്റ്റ് ചെയ്യാനുള്ള ആഗ്രഹമല്ല പ്രകടിപ്പിച്ചത്. അവിടെ ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. എന്തുകൊണ്ട് അവർ പോകുന്നില്ലെന്നാണ് ചോദിച്ചത്. രാഹുലിനെ ചോദ്യം ചെയ്ത് CPM ദേശീയ നേതൃത്വവും രംഗത്തെത്തി. All the parties in the UDF are members of the India bloc. Outside Kerala, they all agree with us that the country has to be saved by defeating the Modi government. This is the brazen opportunism and contradiction with the UDF. രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി പരിഹസിക്കുന്ന പ്രതികരണവും LDF ക്യാമ്പിൽ നിന്നുണ്ടായി. വിദേശ രാജ്യങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്ന പാൽപ്പൊടിപ്പാൽ കുടിച്ച് വളർന്നതല്ല, കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ പട്ടിണി കിടന്ന് ദുരിതമനുഭവിച്ച് ആ ജനതയുടെ എല്ലാ ദുഃഖങ്ങളിലും പ്രശ്നങ്ങളിലും പങ്കാളികളായി വളർന്നു വന്ന നേതാവാണ്. മുഖ്യമന്ത്രിയും CPIM-ഉം രാഹുൽ ഗാന്ധിയെ മുഖ്യശത്രുവായി പ്രഖ്യാപിച്ചു. BJP ഭയത്തിലാണ് മുഖ്യമന്ത്രി ജീവിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു. മോഡിയെ വിമർശിക്കാത്ത, BJPയെ വിമർശിക്കാത്ത ഏക CPM നേതാവ് ശ്രീ പിണറായി വിജയനായിരുന്നു. അദ്ദേഹം ഭയത്തിലാണ്, ഭയമാണ് അദ്ദേഹത്തെ ഭരിക്കുന്നത്. പ്രചാരണം അവസാന ദിനങ്ങളിലേക്ക് കടക്കുന്നതോടെ കോൺഗ്രസ് CPIM വാക്പോര് ഇനിയും രൂക്ഷമാകാനാണ് സാധ്യത. റിപ്പോർട്ടർ, ആലപ്പുഴ.